ആലപ്പുഴ ജില്ലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേട്. CPM ഭരിക്കുന്ന പഞ്ചായത്തുകളിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. കുറ്റക്കാരെ കണ്ടെത്തിയിട്ടും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാതെ സർക്കാർ ഒതുക്കിക്കളയുകയാണെന്ന് BJP ആരോപിച്ചു. കേന്ദ്ര പദ്ധതിയായ തൊഴിലുറപ്പിൽ ക്രമക്കേട് നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് അടക്കമുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് BJP തീരുമാനം. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി ഗണ്യമായി വർദ്ധിപ്പിച്ചു. പാവപ്പെട്ട കുടുംബങ്ങളുടെ ആശ്രയമായ പദ്ധതിയിൽ കൈയിട്ട് വാരിയും അഴിമതി നടത്തിയും കൊള്ളയടിക്കുകയാണ് CPMകാർ. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ആലപ്പുഴ ജില്ലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടന്ന ക്രമക്കേടുകൾ ഞെട്ടിക്കുന്നതാണെന്ന് BJP ജില്ലാ അധ്യക്ഷൻ MV ഗോപകുമാർ പറഞ്ഞു. അതേപോലെ അരൂർ പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അവരുടെ അറിവില്ലാതെ പല ഫയലുകളും പാസ്സാകുകയും അത് അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് അവർ തന്നെ പരാതി പറയുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ആലപ്പുഴ ജില്ലയിൽ ഗ്രാമപഞ്ചായത്ത് നഗരസഭ വ്യത്യാസമില്ലാതെ ഈ മേഖലയിൽ തൊഴിലുറപ്പ് മേഖലയിൽ വ്യാപകമായിട്ടുള്ള അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CPM ഭരിക്കുന്ന പഞ്ചായത്തുകളിലാണ് വ്യാപക അഴിമതിയും ക്രമക്കേടും. ക്രമക്കേട് കൈയോടെ പിടികൂടിയാലും അന്വേഷണവുമായി സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുന്നോട്ടു പോകാറില്ല. താൽക്കാലിക ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് ഉന്നതരെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഉണ്ടാകാറുള്ളത്. കായംകുളം നഗരസഭയിൽ മസ്ട്രോളിൽ വ്യാജ ഒപ്പിട്ട് ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയ വിവരം പുറത്തുവന്നിരുന്നു. കൂടാതെ പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിൽ DYFI നേതാവായ ജീവനക്കാരൻ ബന്ധുവിന്റെ അക്കൗണ്ടിലേക്ക് വകമാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത്. പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ 2021-22 കാലഘട്ടത്തിൽ നടത്തിയ ക്രമക്കേട് ഓഡിറ്റ് ടീമാണ് പുറത്തു കൊണ്ടുവന്നത്. മുതുകുളത്ത് കഴിഞ്ഞ വർഷം ചെയ്യാത്ത പദ്ധതിയുടെ പേരിലും തട്ടിപ്പ് നടന്നു. കുത്തിയതോട് പഞ്ചായത്തിൽ ചുമതലക്കാരനായ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വ്യാജ ഒപ്പിട്ടാണ് പണം ചെലവഴിച്ചത്. അരൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ക്രമക്കേടുകളിൽ തനിക്ക് പങ്കില്ലെന്നും ഫയലുകൾ തന്നെ കാണിക്കാറില്ലെന്നും ചുമതലക്കാരനായ ഉദ്യോഗസ്ഥന് രേഖാമൂലം വ്യക്തമാക്കേണ്ടി വന്നു. പക്ഷേ ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് CPM നിയമിക്കുന്ന താൽക്കാലിക ജീവനക്കാരാണ്. CPM നിയമിക്കുന്ന CPM പ്രവർത്തകരായിട്ടുള്ള ഭാരവാഹികളായിട്ടുള്ള താൽക്കാലിക ജീവനക്കാരാണ് ഈ തരത്തിൽ അഴിമതി നടത്തുന്നത്. അങ്ങനെ നിരവധി ആളുകൾ ആസൂത്രിതമായി നടത്തുന്ന ഒരു തട്ടിപ്പ്, പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ ആസൂത്രിതമായി നടത്തുന്ന തട്ടിപ്പ് കേവലം ആ താൽക്കാലിക ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുകയും കുറെ കഴിയുമ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു നടപടിയിൽ ഒതുങ്ങുകയും വ്യാപകമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കാതിരിക്കുകയും ചെയ്യുകയാണ്. അരൂർ കുത്തിയതോട് ഗ്രാമപഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടുകൾക്കെതിരെ BJP അടുത്ത ദിവസം പ്രക്ഷോഭം തുടങ്ങും. തുടർന്ന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കും. വിജിലൻസ്, ഓംബുഡ്സ്മാൻ തുടങ്ങിയ ഏജൻസികൾക്ക് പരാതി നൽകും. നടപടിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് BJP ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. ജനം, ആലപ്പുഴ.